ഹരി ഓം. എല്ലാവർക്കും നാരായണീയൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 32ാമത്തെ ദശകം വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് 33ാമത്തെ ദശകമാണ്. അംബരീഷ ചരിതം ആണ് 33ാമത്തെ ദശകം. ഇതിലാകെ 10 ശ്ലോകങ്ങളാണ് ഉള്ളത്. അതെല്ലാം തന്നെയും വസന്ത തിലകം എന്ന വൃത്തത്തിലുമാണ് ഉള്ളത്. അപ്പോൾ 32ാമത്തെ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. നമ്മൾ വൈകിക്കേണ്ടല്ലോ വീഡിയോ എന്ന് വെച്ചിട്ടാണ് ഞാൻ 33ാമത്തെ ദശകം ഇപ്പോൾ ഇട്ടതിന് ശേഷം 32ാമത്തെ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചൊല്ലി തുടങ്ങുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം വൈവസ്വതാഖ്യമനുപുത്രനഭാഗജാതനാഭാഗനാമക നരേന്ദ്രസുധോംബരീഷ സപ്താർണവാവൃതമഹീദയിതോऽपि രേമേ ത്വത്സംഗിഷു ത്വയി ച മഗ്നമനാസദൈവ. ഒന്നുകൂടി ചൊല്ലാം. വൈവസ്വതാഖ്യമനുപുത്രനഭാഗജാതനാഭാഗനാമക നരേന്ദ്രസുധോംബരീഷ സപ്താർണവാവൃതമഹീദയിതോऽपि രേമേ ത്വത്സംഗിഷു ത്വയി ച മഗ്നമനാസദൈവ. 33ാമത്തെ ദശകത്തിൽ അംബരീഷൻ എന്നു പേരുള്ള ചക്രവർത്തിയുടെ കഥയാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് വൈവസ്വത മനുവിൻ്റെ പുത്രനായിരുന്നു നഭാഗൻ. നഭാഗൻ്റെ പുത്രനായിരുന്നു നാഭാഗൻ എന്ന രാജാവ്. നാഭാഗൻ എന്ന രാജാവിൻ്റെ പുത്രനാണ് അംബരീഷ ചക്രവർത്തി. സപ്തസമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ഭൂമിയുടെ തന്നെ ഉടമയാണെങ്കിലും അഹങ്കാരം ഒട്ടും തന്നെ ഇല്ലാതെ സദാസമയവും ഭഗവാനിലും ഭഗവാന്റെ ഭക്തന്മാരിലും മുഴുകിയ മനസ്സോടുകൂടി ജീവിക്കുന്ന ഒരാളായിരുന്നു അംബരീഷ ചക്രവർത്തി എന്നുള്ളതാണ് ആദ്യത്തെ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. വൈവസ്വത മനുവിൻ്റെ പുത്രനായിട്ടുള്ള നഭാഗൻ, നഭാഗൻ്റെ പുത്രനായിട്ടുള്ള നാഭാഗൻ, ആ നാഭാഗൻ്റെയും പുത്രനാണ് അംബരീഷ ചക്രവർത്തി. 7 സമുദ്രങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുള്ള ഈ ഭൂമിയുടെ തന്നെ നാഥനാണ് അംബരീഷ ചക്രവർത്തി. അതായത് ഈ ഭൂമിയുടെ തന്നെ ഉടമയാണ്. പക്ഷേ എങ്കിൽ പോലും ഒട്ടും തന്നെ അഹങ്കാരമില്ലാതെ സദാസമയവും ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ ഭക്തന്മാരെക്കുറിച്ചുമൊക്കെ അവരെയൊക്കെ ചുറ്റിപ്പറ്റി ആ ഒരു മുഴുകിയ മനസ്സോടുകൂടി ജീവിക്കുന്ന ഒരാളായിരുന്നു അംബരീഷ ചക്രവർത്തി എന്നുള്ളതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഭക്തന്മാരുടെ കഥകൾ കേൾക്കുമ്പോൾ ഭഗവാനോട് ഭക്തി തോന്നാൻ ഒരു പ്രേരണയാവും അത്, അല്ലേ? ഭഗവാനോട് കൂടുതൽ അടുക്കാൻ ഇങ്ങനെയുള്ള നമുക്കും ഭഗവാന്റെ ഭക്തന്മാരുടെ കഥകളും അവരുടെ ഭക്തി എങ്ങനെയാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്, ഭഗവാൻ എങ്ങനെയൊക്കെയാണ് അവരോട് ലീലകൾ കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നമുക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പം അതാണ് ഈ അങ്ങനെയുള്ള കഥകളൊക്കെ പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. നമുക്ക് ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാൻ ഓരോ മാർഗങ്ങളാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ ഭഗവാന്റെ ലീല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വന്നത്, ഇപ്പോൾ ഈ അടുത്തിടെ നമുക്ക് ഗുരുവായൂർ ഉത്സവം നടക്കുകയാണ്. എപ്പോഴും ഒന്നും നമുക്ക് അവിടെ അങ്ങനെ എത്തിപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഇപ്പോൾ പല മാധ്യമങ്ങളിലൂടെ നമുക്ക് അവിടുത്തെ ഉത്സവ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും. ഉത്സവം കഴിഞ്ഞു, പക്ഷെ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഭഗവാന്റെ ഒരു ലീലയെക്കുറിച്ച് ഇങ്ങനെ 1-2 ഇൻസ്റ്റാഗ്രാം പേജുകളിലൂടെ ഞാൻ കണ്ടു. ആ കഥ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കഥയല്ല, അത് നടന്ന സംഭവമാണ്. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് ഇങ്ങനെ രോമാഞ്ചം ഉണ്ടാവുന്നൊരു അനുഭവം. നമുക്ക് ഭഗവാനെ ആ ഒരു സംഭവം നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുകയാണ്. അതായത് ബാലു, ആനയോട്ട മത്സരത്തിൽ ബാലു എന്ന കൊമ്പൻ ജയിച്ചു വന്നു. അപ്പോൾ അന്ന് ഉച്ചപൂജ അലങ്കാരം, ഒരു കയ്യിൽ താമരപ്പൂവും ഒരു കയ്യിൽ ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ അമ്പലത്തിൽ ബാലുവിനെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു കൊച്ചുകുട്ടി ഒരു കയ്യിൽ താമരപ്പൂവായിട്ട് വന്നിട്ട് ആ ബാലുവിന് അത് കൊടുത്തു. ബാലു അത് വാങ്ങുകയും ചെയ്തു. അപ്പോൾ ആനക്കാരനെ ഇങ്ങനെ പിടിച്ചു മാറ്റി. പിന്നെ ആ കുട്ടി അവിടെ എങ്ങും ആരും കണ്ടില്ല എന്ന് പറയുന്നത് ഞാനിങ്ങനെ കുറേ പേജുകളിലൂടെ കേട്ടു. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്കിങ്ങനെ എന്താ മനസ്സിലപ്പോൾ തോന്നിയത് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. വല്ലാത്ത ഒരു തരം അറിയാതെ പോലെ തന്നെ നമ്മുടെ മനസ്സിങ്ങനെ നിറഞ്ഞൊരു
അനുഭൂതിയാണ് അപ്പോൾ തോന്നിയത്. അതേപോലെ തന്നെ നവ്യ നായർ, നമ്മുടെ ചലച്ചിത്രത്തിൽ അഭിനയിക്കുന്ന നവ്യ നായർ ഈ ഗുരുവായൂർ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ പരിപാടി അവതരിപ്പിച്ചപ്പോൾ ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ എന്നുള്ള പാട്ടിന് നൃത്തം ചെയ്ത് അവസാനം നിന്ന് കരഞ്ഞു പോകുന്ന ഒരു രംഗമുണ്ടല്ലോ, അത് കണ്ടപ്പോഴും അത് കാണുമ്പോൾ നമുക്കറിയാതെ നമ്മുടെ കണ്ണിൽ നിന്നിങ്ങനെ ഒഴുകാണ് അല്ലേ. ഭഗവാന്റെ ഭക്തന്മാരുമായിട്ട് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അങ്ങനെ കണ്ണിന്ന് ഇങ്ങനെ കണ്ണീരിങ്ങനെ ഒഴുകി നിൽക്കുന്ന സമയത്ത് താഴ്ത്തുന്ന ഒരു അമ്മയ്ക്കും അത് അതേ ഒരു തോതിൽ അത് ഫീൽ ചെയ്യാൻ പറ്റി. അവിടെ പോയി നിന്ന് അപ്പോൾ നവ്യ നായർ വേഗം ഓടി വന്ന് അവരുടെ കയ്യിലും പിടിച്ച് ആ നിൽക്കുന്ന ആ ഒരു രംഗമുണ്ടല്ലോ, അത് നമുക്ക് മനസ്സിലുണ്ടാക്കിയ ഒരു സന്തോഷവും ആനന്ദാശ്രു, അതാണ് പറയേണ്ടത്. ആ സന്തോഷം കൊണ്ട് നമ്മളറിയാതെ ഇങ്ങനെ കരഞ്ഞു പോവാം. നമുക്ക് പോലും മനസ്സിലാവുന്നില്ല നമ്മൾ എന്തിനാണ് ഇതിന് ഇത്രയും നമുക്കങ്ങനെ ഫീൽ ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത് നമുക്ക് പോലും മനസ്സിലാവുന്നില്ല. വേഗം അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അവിടെ ഗുരുവായൂരമ്പലത്തിൽ ഇപ്പോഴല്ല, ഞാൻ മുമ്പ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ നൃത്തം ചെയ്യുന്ന സമയത്തും കരുണ ചെയ്യുവാൻ എന്നുള്ള മോഹിനിയാട്ടം അവതരിപ്പിക്കുന്ന സമയത്ത് ആദ്യം അതിലൊരു പുല്ലാങ്കുഴലിൻ്റെ ഒരു നാദം വായിക്കും. അപ്പോൾ അതിങ്ങനെ വായിക്കുന്ന ആ പുല്ലാങ്കുഴലിൻ്റെ നാദത്തിൽ നമ്മളിങ്ങനെ ഓടക്കുഴൽ പിടിച്ച് നിൽക്കുന്ന കൃഷ്ണൻ്റെ ഒരു പോസിലാണ് നിൽക്കുക. അത് നിന്നിട്ട് നമ്മളിങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കായിരിക്കും. അപ്പോൾ അറിയാതെ ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ ഫോട്ടോ ഉണ്ട്, പറ്റിയ ഞാൻ എപ്പോഴെങ്കിലും ഇതിൽ ഷെയർ ചെയ്യാം ആ ഫോട്ടോ. അതിലിങ്ങനെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്നത് കാണാം. അത് വേറൊരു അനുഭൂതി തന്നെയാണ്. നമുക്ക് ഭഗവാനോട് ഇത്രയധികം അടുപ്പം നമ്മുടെ മനസ്സിലുണ്ടാവുമ്പോൾ, ഭക്തിയും സ്നേഹവും ഒക്കെ ഉണ്ടാവുമ്പോൾ, നമ്മൾ ആ വേദിയിൽ നിന്ന് പെർഫോം ചെയ്യുന്ന സമയത്ത് അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് കണ്ണൻ അവിടെ നിന്ന് കാണുന്നുണ്ട്. ആ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ കളിക്കുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു തരം അനുഭൂതിയാണ്. അതായിരിക്കും ഭഗവാന് നമ്മളോടുള്ള സ്നേഹമാണ് തോന്നുന്നത്, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ പറഞ്ഞ് നമ്മൾ നാരായണീയത്തിൻ്റെ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. പക്ഷേ ഇത് ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രേരണയാവും എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എൻ്റെ മുമ്പിൽ തന്നെ കണ്ട 1-2 അനുഭവങ്ങൾ ഇങ്ങനെ ആ രംഗങ്ങൾ കണ്ടപ്പോൾ എനിക്കുണ്ടായ അനുഭവം ഒന്ന് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു എന്നതേ ഉള്ളൂ. ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് വൈവസ്വത മനുവിൻ്റെ പുത്രനായിട്ടുള്ള നാഭാഗൻ്റെ പുത്രനാണ് അംബരീഷ ചക്രവർത്തി. ഭൂമിയുടെ തന്നെ ഉടമയാണെങ്കിലും ഒട്ടും അഹങ്കാരമില്ലാതെ പൂർണ്ണമായിട്ടും ഭഗവാനിലും ഭഗവാന്റെ ഭക്തന്മാരിലും മനസ്സ് ലയിപ്പിച്ച് കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ കാലം കഴിച്ചു കൂട്ടുകയായിരുന്നു അംബരീഷ രാജാവ് എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചൊല്ലാം. ത്വത്പ്രീതയേ സകലമേവ വിതന്വതോസ്യ ഭക്ത്യൈവ ദേവ ന ചിരാധ വൃഥാ പ്രസാദം ഏനാസ്യ യാചന മൃദേഭ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാര സഹസ്രധാരം. ഒന്നുകൂടി ചൊല്ലാം. ത്വത്പ്രീതയേ സകലമേവ വിദ്വന്വതോസ്യ ഭക്ത്യൈവ ദേവ ന ചിരാധ വൃഥാ പ്രസാദം യേനാസ്യ യാചന മൃദേഭ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാര സഹസ്രധാരം. രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭഗവാനോട് അത്രയധികം ഭക്തിയുണ്ടായിരുന്ന അംബരീഷ ചക്രവർത്തി തൻ്റെ കർമ്മങ്ങളിൽ മുഴുകി, അതായത് ഭഗവത് പ്രീതി നേടിയെടുക്കുവാനുള്ള സത്കർമ്മങ്ങളെല്ലാം തന്നെ മുറപോലെ ചെയ്തു വരുന്ന ഒരാളായിരുന്നു അംബരീഷ ചക്രവർത്തി. അങ്ങനെ ആ കർമ്മങ്ങളെല്ലാം തന്നെയും ഭഗവാന്റെ പ്രീതിക്ക് പാത്രമാവുകയാണ് ചെയ്തത്. നമ്മൾ പറയുമല്ലേ, കർമ്മഫലം അനുഭവിക്കാതെ കഴിയില്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ സത്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫലങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ സത്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഭഗവാന്റെ പ്രീതി നേടിയെടുത്തു അംബരീഷ ചക്രവർത്തി. അപ്പോൾ ആ ഭഗവാന്റെ പ്രീതി നേടിയെടുത്ത അംബരീഷ ചക്രവർത്തിയുടെ അപേക്ഷ പോലുമില്ലാതെ, അതായത് അംബരീഷ ചക്രവർത്തി ചോദിക്കാതെ തന്നെ സങ്കടങ്ങളെല്ലാം മാറ്റുന്ന
ഭഗവാന്റെ സുദർശന ചക്രം ഭഗവാൻ അംബരീഷ രാജാവിന് നൽകി അനുഗ്രഹിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, അല്ലേ? സുദർശന ചക്രം ഭഗവാനിൽ നിന്നും നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഒരു പുണ്യജന്മമായിരുന്നു ആ അംബരീഷ രാജാവ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതും ചോദിക്കാതെ തന്നെ, ഞാനിങ്ങനെ ഭജന പോലെയുള്ളൊരു പാട്ട് ഈ അടുത്ത് ഞാൻ കേട്ടു. എൻ്റെ ഭഗവാനോട് എന്ത് ചോദിക്കും ഞാൻ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭഗവാനോട് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ചോദിക്കാതെ തന്നെ ഭഗവാൻ എല്ലാം അറിയും എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഗുരുവായൂരപ്പനോട് നമുക്ക് നല്ല ഭക്തി ഉണ്ടെങ്കിൽ, നല്ല സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളൊന്നും പറയണ്ട, അല്ലേ? നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളത് ഭഗവാൻ അറിയും. ഭഗവാനോടൊന്നും അപേക്ഷിക്കേണ്ട കാര്യം തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. അംബരീഷ് ചക്രവർത്തി അപേക്ഷിച്ചിട്ടില്ല. അംബരീഷ് ചക്രവർത്തി ചെയ്തത് എന്താ? തൻ്റെ കർമ്മങ്ങൾ ഫലേച്ഛ കൂടാതെ നിർവഹിക്കുക എന്നുള്ളതാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള സത്കർമ്മങ്ങൾ ചെയ്തപ്പോൾ സ്വാഭാവികമായും ഭഗവാന്റെ പ്രീതി അംബരീഷ് ചക്രവർത്തിക്ക് ഉണ്ടായി. ആ അംബരീഷ് ചക്രവർത്തിക്ക് അപേക്ഷിക്കാതെ തന്നെ, അംബരീഷ് ചക്രവർത്തി ചോദിക്കാതെ തന്നെ സങ്കടങ്ങളെല്ലാം നീക്കുന്ന സുദർശന ചക്രത്തെ നൽകി ഭഗവാൻ അംബരീഷ് രാജാവിനെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. സദ്വാദശീ വ്രതമധോ ഭവദർച്ചനാർത്ഥം വർഷം ദദൗ മധുവനേയ മുനോപകണ്ഠേ പത്ന്യാ സമം സുമനസാ മഹതീം വിധന്വൻ പൂജാം ദ്വിജേഷു വിസൃജൻ പശുഷഷ്ടികോടിം. ഒന്നുകൂടി ചൊല്ലാം. സദ്വാദശീ വ്രതമധോ ഭവദർച്ചനാർത്ഥം വർഷം ദദൗ മധുവനേയ മുനോപകണ്ഠേ പത്ന്യാ സമം സുമനസാ മഹതീം വിതന്വൻ പൂജാം ദ്വിജേഷു വിസൃജൻ പശുഷഷ്ടികോടിം. മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭഗവാനെ പൂജ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരിക്കൽ അംബരീഷ ചക്രവർത്തി തൻ്റെ ഭാര്യയോടൊപ്പം, ഈ ശ്ലോകത്തിൽ സുമനസ എന്ന് പറയുന്നുണ്ട്, തൻ്റെ പത്നി നല്ല മനസ്സോടു കൂടിയവൾ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നല്ല മനസ്സോടു കൂടിയ തൻ്റെ പത്നിയോടൊപ്പം, തൻ്റെ ഭാര്യയോടൊപ്പം യമുന നദിക്കടുത്തുള്ള മധുവനത്തിൽ വെച്ച് ബ്രാഹ്മണർക്ക് കാൽകഴിച്ചൂട്ട്, ദക്ഷിണ നൽകുക, അങ്ങനെയുള്ള പൂജകളൊക്കെ ചെയ്തു. ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ഉള്ള പൂജകളൊക്കെ നടത്തി 60 കോടി പശുക്കളെ ദാനം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ആ ബ്രാഹ്മണർക്ക് 60 കോടി പശുക്കളെ ദാനം ചെയ്തു. അങ്ങനെ ആ മധുവനത്തിൽ, യമുനാ നദിക്ക് അടുത്തുള്ള മധുവനത്തിൽ ഒരു വർഷക്കാലത്തോളം ദ്വാദശി വ്രതം അനുഷ്ഠിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അതിൽ അത്രയും മനസ്സിലാക്കാനുള്ളൂ. അംബരീഷ് ചക്രവർത്തി നല്ല മനസ്സോടു കൂടിയ തൻ്റെ ഭാര്യയോടൊപ്പം ഭഗവാനെ പൂജിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ യമുനാ നദിക്ക് അടുത്തുള്ള മധുവനത്തിൽ വെച്ച് ബ്രാഹ്മണർക്ക് പൂജ ചെയ്ത് അവർക്ക് കാൽകഴിച്ചൂട്ട്, ദക്ഷിണ, 60 കോടി പശുക്കൾ എന്നിവ ദാനം ചെയ്ത് ഒരു വർഷക്കാലത്തോളം ആ മധുവനത്തിൽ ദ്വാദശി വ്രതം അനുഷ്ഠിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചൊല്ലാം. തത്രാദപാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രപേതേ ഭോക്തും മൃതശ്ച സ നൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമയ മുനാം നിയമാൻ വിദാസ്യൻ. ഒന്നുകൂടി ചൊല്ലാം. തത്രാദപാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രപേതേ ഭോക്തും മൃതശ്ച സ നൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമയ മുനാം നിയമാൻ വിദാസ്യൻ. അങ്ങനെ ദ്വാദശി വ്രതമെടുത്ത് അംബരീഷ ചക്രവർത്തിയുടെ പാരണ ദിവസം വന്നെത്തി. അപ്പോൾ പാരണ ചെയ്യാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് ദുർവാസാവ് മഹർഷി കടന്നു വരുന്നത്. ദുർവാസാവ് മഹർഷിയെക്കുറിച്ച് ഈ ശ്ലോകത്തിൽ തന്നെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, അന്യർക്ക് ക്ലേശമുണ്ടാക്കുന്ന വ്യക്തിയെന്ന്. അതായത് മറ്റുള്ളവരെ പരീക്ഷിക്കുക, മറ്റുള്ളവരെ വിഷമിപ്പിക്കുക, അവരെ സങ്കടത്തിലാക്കുക എന്നുള്ളൊരു സ്വഭാവങ്ങളൊക്കെ
ദുർവാസാവ് മഹർഷിക്കുണ്ട്. പക്ഷേ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ പിന്നീട് നല്ലതിനായിട്ട് ഭവിക്കും കേട്ടോ. പക്ഷെ എന്നിരുന്നാലും അന്യരെ ക്ലേശിപ്പിക്കുക എന്നുള്ളൊരു ചെറിയ സ്വഭാവം ആ മഹർഷിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാരണ സമയത്ത് ചെന്ന് കയറിയപ്പോൾ അംബരീഷ ചക്രവർത്തി അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ക്ഷണിക്കുകയും ചെയ്തു. വരൂ, ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ക്ഷണിച്ചു. പക്ഷെ പാരണ സമയമാണ് എന്ന് മഹർഷിക്കറിയാം. അപ്പോൾ മനഃപൂർവ്വം തന്നെ അംബരീഷ ചക്രവർത്തിയെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ മധ്യാഹ്ന കർമ്മങ്ങൾ നിർവഹിക്കാൻ എന്ന് പറഞ്ഞ് യമുന നദിയിലേക്ക് ദുർവാസാവ് മഹർഷി പുറപ്പെടുകയാണ്. അപ്പോൾ പാരണ സമയം തെറ്റിക്കഴിഞ്ഞാൽ അംബരീഷ ചക്രവർത്തിയുടെ വ്രതത്തിന് ഭംഗം വരും, അല്ലേ? വ്രതഭംഗം വരും. അത് തന്നെ ആയിരിക്കണം ദുർവാസാവ് മഹർഷിയുടെ ഉദ്ദേശവും. നോക്കുകയാണെങ്കിൽ അംബരീഷ ചക്രവർത്തി എന്ന് പറയുന്നത് പരമഭക്തനാണ്, ഭഗവാന്റെ പ്രീതിക്ക് പാത്രമായിട്ടുള്ള ഒരാളാണ്. ഭഗവാൻ സുദർശന ചക്രം പോലും നൽകി അനുഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള അംബരീഷ ചക്രവർത്തിയെ പരീക്ഷിക്കാൻ എന്നതുപോലെ തന്നെ ദുർവാസാവ് മഹർഷി കൃത്യം ആ പാരണ നടക്കേണ്ട സമയത്തോടടുത്ത് അംബരീഷ ചക്രവർത്തിയുടെ ഗൃഹത്തിലേക്ക് കയറി ചെന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ചക്രവർത്തി ദുർവാസാവ് മഹർഷിയെ ക്ഷണിച്ചു. പക്ഷെ മധ്യാഹ്ന കർമ്മങ്ങൾ നടത്തി വരാം എന്ന് പറഞ്ഞ് യമുനയിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു എന്നുള്ളതാണ് 4ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 5ാമത്തെ ശ്ലോകം ചൊല്ലാം. രാജ്ഞാത പാരണ മുഹൂർത്ത സമാപ്തികേതദ്വാരൈവ പാരണമകാരി ഭവത്പരേണ പ്രാപ്തോ മുനിസ്തദദ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്യൻ കൃതോ ധൃതജഡോ വിതതാന കൃത്യാം. ഒന്നുകൂടി ചൊല്ലാം. രാജ്ഞാത പാരണ മുഹൂർത്ത സമാപ്തികേതദ്വാരൈവ പാരണമകാരി ഭവത്പരേണ പ്രാപ്തോ മുനിസ്തദദ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്യൻ കൃതോ ധൃതജഡോ വിതതാന കൃത്യാം. 5ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ പാരണ സമയം തെറ്റിപ്പോവാറായി, അല്ലേ? മഹർഷിയാണെങ്കിൽ മധ്യാഹ്ന കർമ്മങ്ങൾക്ക് വേണ്ടി യമുനയിൽ പോയിട്ട് തിരിച്ചു വരുന്നത് കാണാനുമില്ല. അപ്പോൾ വ്രതത്തിന് ഭംഗം വരാൻ പാടില്ല എന്ന് കരുതി ഭഗവാനെ മാത്രം മനസ്സിൽ വിചാരിച്ച് വെറും ജലം കൊണ്ട് പാരണ നിർവഹിക്കുകയാണ് അംബരീഷ ചക്രവർത്തി. വെള്ളം മാത്രം കഴിച്ച് ആ ഉപവാസം അവിടെ അവസാനിപ്പിച്ചു. മടങ്ങിയെത്തിയ ദുർവാസാവ് മഹർഷി തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് രാജാവ് പാരണ വീടിയതറിഞ്ഞ് കോപം കൊണ്ട് ജ്വലിച്ച് അംബരീഷ ചക്രവർത്തി ഒന്ന് ശകാരിച്ച് പിന്നീട് തൻ്റെ ജഡ പറിച്ചെറിഞ്ഞ് ഒരു കൃത്യയെ സൃഷ്ടിച്ചു, ഒരു പിശാചിയെ സൃഷ്ടിച്ചു വിട്ടു എന്നുള്ളതാണ് 5ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ 5ാമത്തെ ശ്ലോകത്തിൽ അത്രയും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. അംബരീഷ ചക്രവർത്തി മഹർഷി തിരിച്ചു വരുന്നത് കാണാഞ്ഞത് കൊണ്ട് പാരണ വീടുന്ന സമയം തെറ്റിപ്പോവരുത്, മുഹൂർത്തം തെറ്റിപ്പോവരുത് എന്ന് കരുതി ഭഗവാനെ മാത്രം വിചാരിച്ച് തൻ്റെ വ്രതഭംഗം വരാതിരിക്കുവാൻ ജലം കൊണ്ട് മാത്രം, വെറും വെള്ളം മാത്രം കുടിച്ച് പാരണകർമ്മം അവിടെ നിർവഹിക്കുകയാണ്. തിരിച്ചെത്തിയ ദുർവാസാവ് മഹർഷി തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി കോപം കൊണ്ട് അങ്ങനെ ജ്വലിച്ച് ചക്രവർത്തിയെ ശകാരിക്കുകയും ഒപ്പം തൻ്റെ ജഡ പറിച്ചെറിഞ്ഞ് ഒരു പിശാചിയെ സൃഷ്ടിച്ചു വിട്ടു എന്നുള്ളതാണ് 5ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി എന്താണ് എന്നുള്ളത് അറിയാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. 6ാമത്തെ ശ്ലോകം മുതൽ അടുത്ത വീഡിയോയിൽ ചെല്ലാം. അപ്പോൾ ഇന്ന് ചൊല്ലിയ 5 ശ്ലോകങ്ങളും ഒന്നുകൂടി ചെല്ലാം. വൈവസ്വതാഖ്യമനുപുത്രന ഭാഗജാത നാഭാക നാമക നരേന്ദ്ര സുതോംബരീഷ സപ്താർണവാവൃതമഹീദയിതോപി രേമേ ത്വത്സംഗിഷു ത്വയി ച മഗ്നമനാസഥൈവ ത്വത്പ്രീതയേ സകലമേവ വിതന്വതോസ്യ ഭക്ത്യൈവ ദേവ ന ചിരാദ വൃഥാ പ്രസാദം യേനാസ്യ യാചനമൃതേഭ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാര സഹസ്രധാരം സദ്വാദശീ വ്രതമധോ ഭവദർച്ചനാർത്ഥം വർഷം ദദൗ മധുവനേ യമുനോപകണ്ഠേ
പത്ന്യാ സമം സുമനസാ മഹതീം വിതന്വൻ പൂജാം ദ്വിജേഷു വിസൃജൻ പശുഷഷ്ടികോടിം തത്രാദപാരണധിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രപേതേ ഭോക്തും വൃതശ്ച സ നൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമയമുനാം നിയമാൻ വിധാസ്യൻ രാജ്ഞാതപാരണമുഹൂർത്തസമാപ്തികേതാദ്വാരൈവ പാരണമകാരി ഭവത്പരേണ പ്രാപ്തോ മുനിസ്തദദിവ്യദൃശാ വിജാനൻ ക്ഷിപ്യൻ ക്രുധോ ധൃതജഡോ വിദതാനകൃത്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ നമ്മൾ അംബരീഷ ചരിത്രത്തിലെ 5 ശ്ലോകങ്ങൾ വരെ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നോക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 5 ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നോക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ തുടർന്നും വീഡിയോസൊക്കെ കാണണം. ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കുകയും വേണം. കുറേ പേര് നാരായണീയം ഇപ്പോൾ നന്നായിട്ട് ചൊല്ലാൻ കഴിയുന്നുണ്ട്. പലരും പറഞ്ഞിങ്ങനെ കണ്ടു, നാരായണീയം എങ്ങനെയെങ്കിലും ചൊല്ലി പഠിക്കണം എന്ന് കരുതി ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് ഈ വീഡിയോസൊക്കെ കാണുകയും അങ്ങനെ നാരായണീയം വായിക്കാൻ തുടങ്ങി എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നിമിത്തം ആർക്കെങ്കിലും ഈ പുസ്തകം ഇതുപോലെ വായിക്കാൻ, പുസ്തകം എന്ന് പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞതിനെ ചെറുതാക്കരുത്, ഇങ്ങനെയുള്ളൊരു മഹത് ഗ്രന്ഥം കയ്യിലെടുക്കാനും അത് ചൊല്ലാനും അതിലൂടെ ഭഗവാനിലേക്ക് അടുക്കാനും ഞാനൊരു നിമിത്തമായിട്ടുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഭഗവാൻ നമ്മുടെയൊക്കെ കൂടെയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ ഇതൊക്കെ ചൊല്ലാൻ തോന്നുന്നതും നമ്മളിങ്ങനെ ചൊല്ലുന്നതും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം കൂടെയുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ കമൻസും ഞാൻ കാണുന്നുണ്ട്. അപ്പം അതുപോലെ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും നാരായണീയം വായിക്കാൻ കഴിയുന്നതുമൊക്കെ ഇതുപോലെ തന്നെ വീണ്ടും എന്നെ അറിയിക്കുക. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇന്ന രീതിയിൽ പറയണം എന്നൊക്കെ ചിലർക്ക് തോന്നിയേക്കാം. ഈ കുട്ടിയൊന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവുമായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് അംബരീഷ ചരിത്രത്തിലെ ബാക്കി 5 ശ്ലോകങ്ങളുമായിട്ട് വരാം. അതുവരെ ഹരിയോ.